ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലും പ്രഭാതമന്നയിലൂടെ തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 6:7. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ വാക്യത്തിൻ്റെ ആരംഭ ഭാഗം എഴുതിയിരിക്കുന്നത് ദൈവവചനം പരക്കുവാനിടയായി തീർന്നു. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരിലൂടെ വലിയ ഒരു ഉണർവ് നടക്കുവാനിടയായി തീർന്നു. ആ റിവൈവലിനകത്ത് ഒന്നാമത് സംഭവിച്ച കാര്യം ഇതാണ്: ദൈവവചനം ദേശത്ത് പരക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചാൽ, ഏറ്റെടുത്താൽ, ദൈവവചനം നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്ത്, നമ്മുടെ ദേശത്ത് ഇനിയും രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ ഇടയിലേക്ക് പരക്കുവാനിടയായി തീരും. വചനത്തിൻ്റെ ശക്തി വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വാക്യത്തിനകത്തതാണ് എഴുതിയിരിക്കുന്നത്: ദൈവവചനം പരന്നു. നമ്മുടെ കാലഘട്ടത്തിലും ഈ തലമുറയിലും അതുതന്നെ സംഭവിക്കട്ടെ. ഒരു വലിയ ഉണർവിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ എഴുന്നേൽപ്പിക്കട്ടെ. ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആരെല്ലാം എതിര് നിന്നാലും, ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ കരിനിയമങ്ങൾ എഴുതിയുണ്ടാക്കിയാലും, മനുഷ്യർ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയാലും, ആദിമ നൂറ്റാണ്ട് മുതൽ ദൈവവചനം പരന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര വേഗമാണ് ദൈവവചനത്തിൻ്റെ ശക്തി അനേകം വരെ തൊട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർത്താൽ സ്തോത്രം പറയാതിരിക്കുവാൻ കഴിയത്തില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവവചനത്തിന് വിരുദ്ധരായിരുന്ന പലരും ഈ 2025 ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. കാരണം ഇതാണ്: ദൈവത്തിൻ്റെ വചനം പരക്കുന്നതാണ്. ആമേൻ. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാപാരം നമ്മുടെ ഭവനങ്ങൾക്കകത്ത്, നമ്മുടെ കുടുംബങ്ങൾക്കകത്ത്, നമ്മുടെ വീട്ടിനകത്ത് രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ മീതെ വെളിപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ തന്നെ സംഭവിക്കും. അടുത്ത വാക്കതിനകത്ത് എഴുതിയിരിക്കുന്നത് യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ കൊന്നുകളഞ്ഞ് ഈ നാമം അവസാനിപ്പിക്കുവാൻ ശ്രമിച്ച സ്ഥലമാണ് യെരൂശലേം. വലിയ ഭരണാധികാരികളും ഭരണകൂടങ്ങളുമൊക്കെ എതിരായി നിന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 28-ാം വാക്യത്തിനകത്ത് ശിഷ്യന്മാരെ പിടിച്ചിട്ട് അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞത്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്നാ. എന്നാൽ 6-ാം അധ്യായം 7-ാം വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ഈ തലമുറയിലും അങ്ങനെ ഒരു ഉണർവ് നമ്മളിലൂടെ നടക്കട്ടെ. സകലവും വിട്ട് യേശുവിനെ അനുയാത്ര ചെയ്യുവാൻ, യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ സമർപ്പണമുള്ള ശിഷ്യന്മാരുടെ എണ്ണം ഈ തലമുറയിൽ പെരുകി വരട്ടെ.
അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാമോ? നമ്മുടെ കുടുംബത്തിനകത്ത് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലര്, നമ്മുടെ സഹോദരങ്ങളിൽ ചിലര്, എന്തിന് ഇന്ന് ആത്മീയ ആരാധനയ്ക്കെതിരായിരിക്കുന്ന ചിലര് യേശുവിൻ്റെ ശിക്ഷഗണങ്ങളിലേക്ക് മാറാൻ പോകുന്നു എന്ന് ഉറപ്പോടെ നമ്മൾ വിശ്വസിക്കാം. നാളുകൾ കൊണ്ട് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ഈ വാക്യം മുറുകെ പിടിച്ച് പറയാമോ? യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. തച്ചുടയ്ക്കാനും ഇല്ലാതാക്കാനും നശിപ്പിക്കുവാനും ഉപദ്രവം അഴിച്ചുവിടുവാനും ശ്രമിച്ച യെരുശലേം പട്ടണത്തിൽ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിക്കാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ എവിടെ പ്രതികൂലമുണ്ടെങ്കിലും, എവിടെ പ്രതിസന്ധികളുണ്ടെങ്കിലും അവിടെ വളരുന്നതാണ് ദൈവത്തിൻ്റെ സഭയെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ അണഞ്ഞു പോകുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ തീ. നിശ്ചയമായിട്ടും പ്രതികൂലങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ ശക്തിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഒന്ന്, ദൈവവചനം പരക്കപ്പെടുവാനിടയായി തീർന്നു. രണ്ടാമത്തെ കാര്യം, ദൈവവചനം പരന്നതുകൊണ്ട് യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ധാരാളം ശിഷ്യന്മാർ യെരുശലേമിൽ എഴുന്നേൽക്കാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയുക, ഇത് ശിഷ്യന്മാർ എഴുന്നേൽക്കുന്ന കാലമാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അടുത്ത പദം എഴുതിയിരിക്കുന്നത്, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ആമേൻ. മതനേതാക്കന്മാരിൽ ഒരു കൂട്ടം പേർ അല്ല, വലിയൊരു കൂട്ടം, മെജോറിറ്റി, ഭൂരിഭാഗം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിൽ വരുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമോ? ചിലർ കുടുംബത്തിനകത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വിശ്വാസമുള്ളവരായി മാറ്റപ്പെടുവാൻ പോകുന്ന ഒരു ഉണർവിൻ്റെ സീസണെ ദൈവം അയക്കുവാനായി പോകുന്നു. ആമേൻ. അന്ന് യേശുവിൻ്റെ നാമത്തിന്, സുവിശേഷീകരണത്തിന് എതിരായിരുന്ന പുരോഹിതന്മാർ പോലും ദൈവവചനം പരക്കുവാനായി തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ വിശ്വാസത്തിലോട്ട് വരുവാനിടയായി തീർന്നു. പ്രിയരെ, ദമസ്കൂസിന്റെ പടിവാതിലിൽ ശൗലിനെ തൊട്ടുകൊണ്ട് പൗലോസാക്കി മാറ്റി. ദൈവശക്തിയുടെ വ്യാപാരം വലുതാണ്. എതിർത്തു പറയുന്നവനെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കുന്നതാണ് യേശുവിൻ്റെ നാമമെന്ന് നമ്മൾ തിരിച്ചറിയണം. കല്ലെറിയുന്നവനെ, സുവിശേഷത്തിന് വിരോധമായിരുന്നവനെ, സഭയെ മുടിക്കുന്നതിന് വേണ്ടി ആവേശത്തോടെ മുന്നോടിയവനെ ആഴമായ വെളിപ്പാടുകളുള്ള അപ്പോസ്തലനാക്കി മാറ്റിയെങ്കിൽ ദൈവശക്തിയുടെ വ്യാപാരം വലുതാണ്. വചനം പരന്നാൽ ചില ശൗലുമാർ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ കുടുംബത്തിനകത്തൊരാള്, നിങ്ങളുടെ ദേശത്തിൽ ചില വ്യക്തികൾ പൗലോസായി മാറണമെന്ന് കൊതിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ? ഈ തിരുവചനം മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ പറ. ആമേൻ. ചിലർ വിശ്വാസത്തിന് അധീനരായി തീരാൻ പോകുന്നു. ചിലർ വിശ്വാസത്താൽ നിറയാൻ പോകുന്നു. ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടും. അങ്ങനെ ഒന്നാം നൂറ്റാണ്ടിൽ നടന്ന ഉണർവിനെ കുറിച്ച് ഈ വാക്യത്തിനകത്ത് പറയുന്നു, ദൈവവചനം പരക്കപ്പെടുവാനിടയായി തീർന്നു. ആരെല്ലാം ഒതുക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം അടക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. വചനം പരക്കാനിടയായി തീരും. ദൈവവചനം പരന്നതുകൊണ്ട് തിരുവചനം പറയുന്നു, ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും വർദ്ധിച്ചു. ശിഷ്യന്മാർ ചുരുങ്ങിപ്പോയെന്നല്ല, ഏറ്റവും വർദ്ധിച്ചു. 3, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഇത് നമ്മിൽ നിറവേറേണ്ടതിന്, ഈ ഉണർവ് നമ്മുടെ സഭയിൽ നടക്കേണ്ടതിന്, ഭവനത്തിനകത്തും ദേശത്തും വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ ആകുലതയാണോ ഈ സന്ദേശം കേൾക്കുന്നത്? കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കുക ദൈവത്തോട്. ഒരു മഹാത്ഭുതം ദൈവം ചെയ്യും. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,
ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ആരെങ്കിലും ആകുലതയോടെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഈ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം ഈ തലമുറയിൽ ആമേൻ പരക്കട്ടെ. അനേകന്മാർ ശിഷ്യന്മാരായി മാറട്ടെ. വിശ്വാസത്തിന് ഒരു കൂട്ടം പേർ അധീനരായി തീരട്ടെ. ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.